പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ രാഷ്ട്രീയ ബോംബായി ഇതിനോടകം തന്നെ കത്തിപ്പടർന്നിട്ടുണ്ട്. ആരോപണങ്ങളുടെ പെരുമഴയാണ് നമ്മൾ കാണുകയും ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചെറിയാൻ ഫിലിപ്പ് നമുക്കൊപ്പമുണ്ട്. പി.വി. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ബോംബ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കത്തിപ്പടർന്നിട്ടുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? പി.വി. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരള സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്താണ്. കഴിഞ്ഞ 10 വർഷമായി സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ വിദേശങ്ങളിലും ഇവിടെ വ്യാപകമായ കള്ളക്കടത്തുണ്ട്. അത് പ്രധാനമായും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കസ്റ്റംസാണ് നിയന്ത്രിക്കേണ്ടതെങ്കിലും കസ്റ്റംസിൻ്റെ കണ്ണുവെട്ടിച്ചും അല്ലാതെയും സഹായിച്ചും ഒക്കെ പുറത്തു കൊണ്ടുവന്നാൽ പോലീസ് ഇവരെ പിടികൂടുന്നു. പോലീസ് പിടികൂടി പലപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിയോ അല്ലെങ്കിൽ സ്വർണം പിടിച്ചു വാങ്ങി രേഖയിൽപ്പെടുത്താതെയോ സ്വർണം കടത്തുന്നവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എന്തായിരുന്നാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിലൊരു പ്രതിഭാസമാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ കഴിഞ്ഞ 2 ഭരണമുണ്ടായപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലന്മാരായ വ്യക്തികൾ ഈ കള്ളക്കടത്തിൽ പങ്കാളികളാണ് എന്ന് ആരോപണമുയർന്നു. അന്ന് ശിവശങ്കറിനെക്കുറിച്ചായിരുന്നെങ്കിൽ ശശിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത് അൻവർ തന്നെയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വ്യാപകമായ പ്രശ്നമായിരിക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ത്, ഇത് ആരാണിത് വാങ്ങുന്നത്, എവിടെയാണ് വിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിൻ്റെ ഉന്നതന്മാർ തന്നെ ഇതിൽ പങ്കാളികളാണെന്ന് അർത്ഥം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഈ സാഹചര്യത്തിലാണ് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ UDF കൺവീനർ ഒരു പ്രതികരണം നടത്തിയത് UDF കോൺഗ്രസ് ഇതിനു മുൻപൊക്കെ തന്നെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും പി.വി. അൻവർ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ആവർത്തിക്കൽ മാത്രമാണോ പി.വി. അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പി.വി. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ പറയുന്നതും പുറത്തു പറയുന്നതുമാണ്. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എങ്കിൽ പോലും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു MLA പറയുമ്പോൾ അതിന് ശക്തി കൂടും. പി.വി. അൻവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറേ കൂടി ശക്തമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി അതിൻ്റെ ടിക്കറ്റിൽ ജയിച്ച ഒരാൾ അത് ഉയർത്തുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത്. പി. ശശി കാട്ടുകള്ളനാണ്, മുഖ്യമന്ത്രി ചതിയനാണ്, ADGP M.R. അജിത് കുമാറിനെ അദ്ദേഹം എഴുതി കൊടുക്കുന്ന തിരക്കഥ മുഖ്യമന്ത്രി വായിക്കുകയാണ് എന്നതടക്കമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ പോലും നടത്താത്തത്ര മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തത്. ഇന്നും ആ വാർത്താ സമ്മേളനം അദ്ദേഹം പി.വി. അൻവർ അത്തരത്തിലൊരു പ്രതികരണം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടി അംഗമല്ലെങ്കിൽ കൂടി പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിലെ അംഗമാണ്. പാർട്ടിയുടെ പിന്തുണയോടെയാണ് 2 തവണ ജയിച്ചത്. എല്ലാ തവണയും എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ നേതാക്കന്മാരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇപ്പം M.V. രാഘവൻ്റെ പേരിലാണെങ്കിൽ ബദൽ രേഖയുടെ പ്രശ്നമാണ്. ജില്ലാ സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഗൗരിയമ്മയെ പുറത്താക്കി. അവരെല്ലാം പുകച്ച് പുറത്താക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ പാർട്ടിക്കുള്ളിൽ അതിശക്തമായ ഉയർത്തേണ്ട വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു എന്നാണ് അൻവർ പറയുന്നതെങ്കിലും പുറത്താണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് CPM-ൻ്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയും അവിടെ ആ പാളയത്തിൽ നിൽക്കാൻ അൻവറിന് സാധ്യമല്ല. ആ പാളയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അൻവറിന് പ്രാധാന്യമുള്ളത്. അൻവർ പറയുന്ന പ്രശ്നങ്ങൾ കുറേ കൂടി വലിയ രാഷ്ട്രീയ മാനം കൈവന്നത് അൻവർ ഭരണകക്ഷി MLA ആയതുകൊണ്ടാണ്. പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ കോൺഗ്രസ്സിന് മുതലെടുക്കാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേണ്ട വിധത്തിൽ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയും നിലനിൽക്കുന്നില്ല. പി.വി. അൻവറിന് പറയാതെ പോകേണ്ട ഉദ്ദേശം കോൺഗ്രസ്സിനില്ല. പക്ഷേ പി.വി. അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തിയതാണ്. അതിൻ്റെ പേരിൽ ഘട്ടം ഘട്ടമായി ധാരാളം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മണ്ഡലം തലത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു, ബ്ലോക്ക് തലത്തിൽ നടന്നു. കോൺഗ്രസ് ഇപ്പോഴും സമരരംഗത്താണ്. UDF-ഉം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി വരികയാണ്. ഈ ADGP M.R. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ADGP നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നുള്ള കാര്യം പി.വി. അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് അങ്ങേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അതേസമയം ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് അൻവർ പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഇതുണ്ട്. കാരണം അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. മാത്രമല്ല കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ്. മാത്രമല്ല പൂരം കലക്കലിൽ അദ്ദേഹം കുറ്റാരോപിതനാണ്.
അത് സംബന്ധിച്ച് അൻവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്നത് ശക്തമായ ആശയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും അൻവറും ഒക്കെ ഉയർത്തുന്ന സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നെങ്കിലും കുറ്റവാളിയാണെന്ന് പറയപ്പെടുന്ന ആൾ തന്നെ അന്വേഷിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അത് അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് UDF കോൺഗ്രസ് ഒക്കെ തന്നെയും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമോ? തീർച്ചയായും. അതായത് പൂരം കലക്കുന്നതിന് വലിയൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. അത് BJP ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ അജിത് കുമാറും RSS നേതാക്കന്മാരും എല്ലാം ഒരുമിച്ച് പങ്കാളികളായിരുന്നു. അതിൻ്റെ നേട്ടമാണ് സുരേഷ് ഗോപി കൊയ്തത് എന്ന് വ്യാപകമായ ചർച്ചയുണ്ട്. മാത്രമല്ല, പൂരം കലക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രശ്നം മാത്രമല്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമാണ്. 30 നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും ചെണ്ടവികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ ഇത്രയും വലിയൊരു ഉത്സവമില്ല. അപ്പോൾ അത്ര പകിട്ടാർന്ന ഉത്സവത്തെ കലക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വെള്ളത്തിൽ മുക്കിയെന്നാണ്. അപ്പോൾ പൂരം കലക്കി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രശ്നത്തെക്കാൾ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നേരെയുള്ള ഒരു വലിയ ചവിട്ടാണ്. ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം UDF കൺവീനർ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസും പറയുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിച്ച ശേഷം മാത്രം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അല്ല, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നുള്ളത് KPCC ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ UDF എന്ത് ചെയ്യാനിരിക്കുന്നത് UDF ആണ് തീരുമാനിക്കുന്നത്. അത് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആലോചിച്ച് അത് സംബന്ധിച്ച് ഗൗരവമായ കർമ്മപരിപാടികൾ നടപ്പിലാക്കും. അത് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. 2 ടേമായി കേരളത്തിൽ LDF ഭരിക്കുകയാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. PV അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുമോ? അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരാളെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ഗുണമേന്മകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയാണ്. അത്തരമൊരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടെന്ത് എന്ന് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വേണ്ട സന്ദർഭത്തിൽ വേണ്ടതുപോലെ തീരുമാനിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ADGP MR അജിത്കുമാറിനെതിരായ നടപടി അതൊന്നും തന്നെ സ്വീകരിക്കാതെ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അതായത് എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമാണ്. ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുമെന്ന് പറയുന്നത് പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി. എങ്കിലും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയില്ല. അപ്പോൾ സർക്കാരിൻ തലത്തിൽ എന്തോ ഒളിച്ചുകളി കിടക്കുന്നുവെന്ന് വ്യക്തമാണ്. CPM-ന് വിധേയമായി ഇത്തരം ഘട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതികരണം അങ്ങേക്കുണ്ടോ? കുറേ വർഷക്കാലമായിട്ട് CPM പറമ്പിലെ ഒരു കുടികിടപ്പുകാരനാണ് CPI. അവർക്ക് പണ്ട് കോൺഗ്രസിലുണ്ടായിരുന്ന പരിഗണനയുടെ ചെറിയ അംശം പോലും ലഭിക്കുന്നില്ല. എങ്കിൽ പോലും അവിടെ ആശ്രിത അനുഭവത്തോട് ഒരു തമ്പ്രാൻ്റെ മുമ്പിൽ കുടികിടപ്പുകാരൻ നിലയിൽ ഏറാം മുകളിൽ നിൽക്കുന്ന അവസ്ഥയാണ് CPI ഇപ്പോഴും. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ CPI ആ ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ CPI-യെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുമല്ലേ? തീർച്ചയായിട്ടും അത് അത്തരമൊരു CPI വിടാൻ തയ്യാറാവുകയും ദേശീയ തലത്തിൽ തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. ദേശീയ തലത്തിൽ CPI-യും CPM-ഉം ഇന്ത്യ മുന്നിൽ അംഗവുമാണ്. അപ്പോൾ CPI അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ, ആഗ്രഹം ഉന്നയിച്ചാൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് CPI-ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മുതിർന്ന CPM നേതാവ് G സുധാകരൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതാണ് G സുധാകരൻ പറയുന്നത്. മാത്രമല്ല, ഇടത് MLA ആയി അല്ലെങ്കിൽ ഇടതിൻ്റെ ഒരു അംഗത്വം നൽകിയ പാർട്ടിയുടെ നേതാക്കളാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതോട് പറയുന്നത്? അതായത് ആരോപണം ഉയർത്തിയാലും G സുധാകരനും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM-ൻ്റെ സംഘടനാ രീതികളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പം സുധാകരനായാലും അൻവറായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്കാർ കരുതുന്നത് അതെല്ലാം പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുണദോഷങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് CPM-ആണ്, ഞാനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ CPM-ന് ഗുണമുണ്ടാക്കുമോ ദോഷം ഉണ്ടാക്കുമോ എന്നുള്ളതല്ല പ്രശ്നം. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അൻവർ ഇപ്പോൾ നിയമസഭാംഗത്വം രാജിവെച്ചിട്ടില്ല. അദ്ദേഹം LDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗത്വമാണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച നിലമ്പൂരിലൊരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവിടെ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കമെന്ന് അങ്ങ് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ അൻവർ CPM MLA അല്ല. CPM-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച LDF സ്വതന്ത്രനാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കുകയോ വേണ്ടയോ തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ CPM-നോ LDF-നോ അധികാരമില്ല. ഈ സാങ്കേതികമായി അദ്ദേഹം നിയമസഭാ കക്ഷിയുടെ യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിതാവാണ്. നിയമസഭാ കക്ഷി അംഗമാണെന്ന് പോലെ അർത്ഥമില്ല, കാരണം CPM അംഗമല്ല.
അപ്പോൾ CPM-ന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹത്തെ ഒരു സൗഹാർദ്ദ പ്രതിയായി ഒരു ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ പോകണോ പോകണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അൻവറാണ്. ഇനി വിളിക്കണോ വേണ്ടിക്കണോ തീരുമാനിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. CPI ആത്മാഭിമാനമുള്ള പാർട്ടിയാണെങ്കിൽ CPM-ൽ നിന്ന് പുറത്തു വരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.